കുറേ കാലമായി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. 2015 മുതൽ യൂട്യൂബിൽ അപ്ലോഡാണ്. പല വിഷയങ്ങളും ഞാൻ അങ്ങനെ മാറി മാറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ഭക്ഷണം, ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നതും അതുകൂടാതെ ഇപ്പോൾ പുതിയ ടെക്നോളജി, AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെയും കുറേ വികൃതിത്തരങ്ങളുള്ള വീഡിയോസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഗുണമുണ്ട് ദോഷമുണ്ട്. ഞാൻ ബ്രഹ്മകുമാരീസ് അവിടെ പോയിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ഗുണവും ദോഷമുണ്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഗുണവും ദോഷമുണ്ട് അതും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അതിങ്ങനെ അതിൻ്റെ ഒരു റിയാലിറ്റി, ഇപ്പം അമ്മേനെ തല്ലിയാലും രണ്ടുണ്ട് അഭിപ്രായം എന്നറിയില്ലേ. ആ അമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞൊരു കൂട്ടരും ഉണ്ടാവും. അയ്യോ അമ്മേനെ തല്ലിയോ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ഇവിടെ എന്തിനും ഏതിനും രണ്ടുണ്ട് അഭിപ്രായം. ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആപ്പിള്, തേങ്ങ, പഴം, ഇവനിതെന്താ ഭ്രാന്താന്ന് ചോദിക്കുന്ന ഒരു ടീമുണ്ടോ? അത് വീട്ടിൽ തന്നെയുള്ള ആൾക്കാർ. ആ ടീമാണ് ഇപ്പോൾ ഒരു തവണ എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ തലച്ചോറ് കേടെടുത്തി കൊണ്ടെന്ന് അവർക്കിട്ട് പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ കളിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്തൊക്കെ ആയാലും ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിച്ചാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിൽ ജീവിക്കണം, നിരീശ്വരവാദിയാവട്ടെ, ഈശ്വരവിശ്വാസി ആവട്ടെ, ഇതൊന്നുമില്ല, ഇത് രണ്ടിലും കിടക്കുന്നതിനാവട്ടെ, അത് രണ്ട് തോണിയിൽ കാലിടരുതെന്ന് പ്രത്യേകം പറയും. പക്ഷെ അങ്ങനെയുള്ള ടീമും ഇവിടെ ഉണ്ട്. ഞാൻ ഈശ്വരനെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് ഒരു നിരീശ്വരവാദി ചോദിക്കുകയാണ് എന്ത് ഈശ്വരൻ, ഏത് ഈശ്വരൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാനില്ല. അതേ നിരീശ്വരവാദി വരും, ആഹാ ഇന്നൊരു ആപ്പിൾ കിട്ടി, ഈ ആപ്പിളിന് ശാസ്ത്രത്തിന്റെ സയൻസിന്റെ ടെക്നോളജിക്കലി കാശ്മീരിലോ ഇനിയിപ്പോൾ അത് ഇതിന്റെ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലുള്ള ഏത് സ്ഥലത്തോ വെച്ച് അതുണ്ടായി, അത് ഞാൻ എൻ്റെ അധ്വാനിച്ച പൈസ കൊണ്ട് ഒരു ആപ്പിൾ കഴിക്കൂ ഡോക്ടർ അകറ്റൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇന്ന് ആപ്പിളില് എന്താണ് മാരകമായ ഏതൊക്കെ വിഷങ്ങൾ, പഴം, നേന്ത്രപ്പഴമായാലും ശരി, ചെറുപഴമായാലും ശരി, ഇതിലൊക്കെ എത്രത്തോളം വിഷങ്ങൾ, തേങ്ങയിൽ എത്രത്തോളം വിഷം അടിക്കുന്നു, ചോറ്, അരി, ഇതിലെന്തെല്ലാം വിഷങ്ങൾ. ഇതിനെ പറ്റിയിട്ടൊക്കെ ഇന്ന് ഒരു കൂട്ടർ, അതായത് പ്രകൃതി സംരക്ഷണത്തിൻ്റെതായിട്ടുള്ള ഒരു കൂട്ടർ അങ്ങനെ ചെയ്യുന്നു. ഇനി കച്ചവട സ്ഥാപനങ്ങളിലുള്ള ആളുകൾ ആരെങ്കിലും നന്നാക്കാൻ നിൽക്കുന്നുണ്ട് ഉണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയലായിട്ട് അവനവൻ്റെ കാര്യങ്ങൾ അവൻ എത്രത്തോളം ജീവിക്കണം, എനിക്ക് എത്രത്തോളം ആയുസ് വേണം, എനിക്ക് എത്രത്തോളം എൻ്റെ കുടുംബവുമായിട്ട് നല്ല രീതിയിൽ പോകണം എന്നതിനെ ഉദ്ദേശിച്ചിട്ട് വേണം അവനവൻ ശ്രദ്ധിക്കാനും ക്ലിയർ ആക്കാനും. ഇപ്പം ഞാനൊരു നിരീശ്വരവാദി ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എനിക്കും ഈശ്വരന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈശ്വരവിശ്വാസി ആയി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഞാൻ കണ്ടിട്ടല്ല. ഇവിടെ കാണുന്ന എന്തെല്ലാം കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാം. ഗുരുവായൂരിലെ ശ്രീകൃഷ്ണനെ പറ്റി കുറേ കഥകളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഗുരുവായൂരിലെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം മനുഷ്യണ്ടാക്കിയതല്ലേ, പഞ്ചലോഹം. അപ്പൊ അവിടെ ഒരു പറയുന്നുണ്ട് ഗുരുവും വായുവും ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വിഗ്രഹം. അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു വിഷയത്തിനോട് അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കുക. ബിക്കോസ് ഞാനൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഒരു വിഷയത്തിലേയും സംസാരിക്കാറില്ല. പക്ഷെ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ലോങ് ഇടാതെ, കാരണം ഞാൻ അരമണിക്കൂറൊക്കെ ജസ്റ്റ് പല കാര്യങ്ങളും സംസാരിച്ച് ഒന്നും വ്യൂവേഴ്സ് ഇല്ല. ഇന്നിപ്പോൾ വലിയ ലോങ് ഇല്ലാത്ത രീതിയിൽ ഞാനൊരു 5 മിനിറ്റ്, 4:25 മിനിറ്റായി. അപ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് വെറുതെ. എന്നിട്ട് ഇതിന് എത്ര വ്യൂവേഴ്സ് ഉണ്ട് എന്നത് നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഡെയിലി വരണമെങ്കിൽ വരാം. അത് പല സാഹചര്യങ്ങൾ കേട്ടോ, ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം മാത്രമല്ല, വേറെയും പല സാഹചര്യങ്ങളുണ്ടല്ലോ. പിന്നെ AI ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിൽ ആർക്കും അഗ്രഗണ്യന്മാരാവാൻ പറ്റില്ല. ഒരു കാര്യത്തിലും ഒരാൾക്കും അഗ്രഗണ്യന്മാരൊന്നും ആവാൻ പറ്റില്ല. പക്ഷെ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതിൽ ആ ഒരു ടീമിന് ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർക്ക് അഗ്രഗണ്യൊന്നും ആവാൻ പറ്റില്ല. ആ ഡോക്ടർക്ക് ബിസിനസ്സുകാർ മസ്റ്റാണ്. കാരണം മരുന്ന് ഡോക്ടർ ഉണ്ടാക്കണില്ല, മരുന്ന് കമ്പനിക്കാരിൽ അവിടെ വേറെ ഡോക്ടറുണ്ട്. അവര് ഡോക്ടറല്ല, സയന്റിസ്റ്റുകൾ. ഡോക്ടർമാരായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ സയൻസിനെ പഠിച്ച് അതിൽ ഏതൊക്കെ കെമിക്കൽസ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മരുന്നിൽ ചേർത്താലാണ് ഇന്ന ഇന്ന അസുഖങ്ങൾക്ക് ഇന്ന ഇന്ന രീതിയിൽ ഉപയോഗപ്രദമാകുക എന്ന ഒരു വലിയൊരു റിസർച്ച് അവിടെ നടക്കുന്നുണ്ട്. ഓരോ മരുന്ന് കമ്പനിയിൽ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാവും, സയന്റിസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഞാൻ പോയിട്ടുള്ളതാണ് മരുന്ന് കമ്പനി, ഞാൻ പോയിട്ടുള്ളതാണ് ഡോക്ടർമാരുടെ അടുത്തേക്ക് ഞാൻ പോയിട്ടുള്ളതാണ്. എനിക്ക് ചെറുപ്പം മുതലേ അസുഖങ്ങളുണ്ട്. ഇപ്പോ അസുഖങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട് അസുഖങ്ങൾ, പല പല അസുഖങ്ങളുണ്ട്. ഇത് മനുഷ്യൻ മാറ്റി നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാൻ നിന്നാൽ അത്ര നടക്കുന്ന കേസൊന്നുമല്ല. ആർക്ക് നല്ല സമ്പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തികൾ പോലും കുറെ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ ആ വീഴാനുണ്ടാവണ കാരണം അത് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇല്ലാത്ത, ഇത് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച കുടുംബം നന്നായി സെറ്റാക്കി നല്ല ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ, കുട്ടികള്, മക്കള്, പേരക്കുട്ടികൾ, ഇവരൊക്കെ ആളിൻ്റെ ഇടയിൽ പ്രായം എത്തിയിട്ട് വീഴുന്ന ചില ആളുകളുണ്ട്. വീഴുക എന്ന് പറഞ്ഞാല് സാഹചര്യം കാരണമായിരിക്കും, ഒരു ആക്സിഡന്റിലായിരിക്കും. പക്ഷെ ആ വീഴ്ച തടയണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട്. അതായത് നമ്മൾ ആരോഗ്യം ക്ലിയറാണ്, സാമ്പത്തികം ക്ലിയറാണ്, മക്കളായി പേരക്കുട്ടികളായി എല്ലാവരും ക്ലിയറാണ്. അപ്പോൾ ഒരു 60-70 വയസ്സായിട്ട് പിന്നെ വീഴാതിരിക്കണമെങ്കിൽ ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു കമ്മ്യൂണിറ്റി, അതായത് കുടുംബം എന്ന് പറഞ്ഞാൽ ചിലർ പണിയൊന്നുമല്ല. ഇപ്പൊ എനിക്ക് അസുഖമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് അസുഖമുണ്ട്, അച്ഛനാണെങ്കിൽ കൊടും അസുഖമായിട്ടാണ് മരണപ്പെട്ടത്, ക്യാൻസർ വന്നിട്ടാണ് മരണപ്പെട്ടത്. എനിക്കിപ്പോ പ്രായത്തിലായി 38, കുറേ പണികളുണ്ട്, കേസ് കുട്ടം കാര്യങ്ങൾ അത് ഇത് എല്ലാ സംഭവമുണ്ട്. ഇൻ കേസ് വിവാഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമോ കാര്യങ്ങളൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഇൻ കേസ് എന്നോട് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീക്ക് എനിക്ക് ഇനി ഒരു ജന്മം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ എത്ര കാലം ജീവിക്കണം, എത്ര കാലം ആരോഗ്യത്തോടെ ജീവിക്കണം, എത്ര കാലം സന്തോഷമായി ജീവിക്കണം. ആരോഗ്യം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു വരും, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ കടും വിഷങ്ങൾ കാരണം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു വരും. നമ്മുടെ സന്തോഷം അത് നമ്മളെടുത്താണ്. ക്യാൻസർ വന്നാലും ശരി, ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാന്ന് തോന്നിയിട്ട് വീണ്ടും കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് വീണ്ടും പരിപ്പാക്കി കൊള്ളുന്നാലും ശരി, ചില്ലറ പണിയൊന്നും കേട്ടോ അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനതിനെ ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. കാരണം അതെൻ്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ ഉത്തരവാദിത്തമല്ല. എനിക്ക് എൻ്റെ ചിന്തകളെ കോൺസെൻട്രേഷനെ ക്ലിയർ ആക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തം. അതേപോലെ ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. അത് അവരവരുടെ സന്തോഷം, അവരവരുടെ സമാധാനം, അവരവരുടെ വിശ്വാസം. ഈശ്വര വിശ്വാസം ആയിക്കോട്ടെ, നിരീശ്വര വിശ്വാസം ആയിക്കോട്ടെ. ഈശ്വരനെ കണ്ടോ? ഇല്ല. സയൻസ് ആണോ? സയൻസ് ആണ്, സയൻസ് തന്നെയാണ് റിയൽ ഇവിടെ. പക്ഷെ ഏത് സയൻസ് വർക്ക് ചെയ്യുന്നെങ്കിലും ഈശ്വരൻ അറിയാതെ ഒരു ഇല പോലും ആടൂല എന്നാ പറയാ. ഇല ആട്ടലാണോ ഈശ്വരന്റെ പണി? അല്ല. അപ്പൊ എന്താ, ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് പറയുന്ന ഒരുപാട് കൂട്ടരുണ്ട്. എന്താ അപ്പൊ എല്ലാത്തിലും ഈശ്വരൻ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈശ്വരനാണ്, മറ്റവൻ ഈശ്വരനാണ്, മറിച്ചവൻ ഈശ്വരനാണ്. പിന്നെ എന്തിനാ ഈ മതങ്ങൾ വെച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ സർവ്വവ്യാപിയാണെന്ന് പറയുന്ന ഒരു കൂട്ടരോട് നമുക്ക് അങ്ങനെ ചോദിച്ച് അവരെ അതിലേക്ക് തിരുത്തേണ്ട കടമ അവരവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ എന്നെക്കാളും പ്രായമുള്ളവർ കേൾക്കുന്നുണ്ടാവും, പ്രായം കുറഞ്ഞവർ കേൾക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ പ്രായമുള്ളവരൊന്നും കേൾക്കുന്നില്ല. അവനൊരു തലതിരിഞ്ഞവൻ, അവൻ എന്ത് വേണമെങ്കിലും പറയാം എന്ന രീതിയിലാണെങ്കിൽ അവർ കേൾക്കണ്ട. പക്ഷെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ലോകം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, യൂണിവേഴ്സ് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് ഇപ്പൊ സയന്റിസ്റ്റുകൾ പറയുന്നത്. ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് മറ്റേ ചന്ദ്രനും ശുക്രനും അവിടേക്കും പിന്നെ സൂര്യൻ വരെ പോയിട്ട് മാത്രമുള്ള
ചെറിയ ചെറിയ മെഷീനറികളുടെ ഇതിലൂടെ പോയതിന് ശേഷം പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി അഗാധമായി ചിന്തിച്ചിട്ട് പറയാണ് ഇവിടെ അനന്തമായി കിടക്കുന്ന ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട്. ആ പ്രപഞ്ചത്തിൽ ഒരു പ്രപഞ്ചം മാത്രമായിരിക്കാം ഈ ഒരു പ്രപഞ്ചം. അതിൽ ഒരു ചെറിയ സംഭവം. ഇത് വെറുതെ പറയാണെന്നും നമുക്ക് പറയാൻ വയ്യ, ശരിയാണോന്നും പറയാൻ വയ്യ. കാരണം ഇന്നിപ്പോ വാരൻ ബഫറ്റ് ആണെങ്കിലും ശരി, അമേരിക്കൻ പ്രസിഡന്റ് ഏതോ ആവട്ടെ, ഇവരൊന്നും പോയി കണ്ട സംഭവമല്ല. മീൻസ് അനുമാനങ്ങളാണ്. എന്താണ് സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം, കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് ജീവിതത്തിൽ ജയമായാലും ശരി പരാജയമായാലും ശരി, ഇതിനെ ബേസ് ചെയ്തിട്ട് ഓരോരുത്തരെ ചിന്തിക്കാനും അവരവരിൽ ചേഞ്ച് വരുത്താനും ഉള്ള ഒരു അവസ്ഥ, ഉള്ള ഒരു സ്വാതന്ത്ര്യം അതുണ്ട്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് എന്താണോ ചെയ്യുന്നത് അത് ഞാനിങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇടുന്നുള്ളൂ. 5 മിനിറ്റ് നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ 10 മിനിറ്റായി. ആരൊക്കെ കേൾക്കുന്നു, ആരൊക്കെ കേൾക്കുന്നില്ല. പക്ഷെ ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ല. ഒന്നുകിൽ നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് കമന്റ്. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയത് പറയും. ഓക്കെ.